നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ക്ലാസ് മാസ് താരം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേയുള്ളൂ, നമ്മുടെ സ്വന്തം സഞ്ജു വിശ്വനാഥ് സാംസൺ. കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി പോലെ തന്നെ തന്റെ കരിയറിനെതിരെയും ബാറ്റിംഗ് രീതിക്കെതിരെയും അനാവശ്യ വിമർശനങ്ങളും ഉപദേശങ്ങളുമായി വരുന്നവർക്ക് സഞ്ജു നൽകുന്ന മറുപടികളും എപ്പോഴും സിക്സറുകൾ പോലെ അതിർത്തി കടക്കാറാണ് പതിവ്. ഇപ്പോൾ ഇതാ ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് തന്നെ സ്ഥിരമായി വിമർശിക്കുന്ന ക്രിക്കറ്റ് നിരീക്ഷകർക്കും വടക്കേ ഇന്ത്യൻ പണ്ഡിറ്റുകൾക്കും നേരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് മലയാളി സൂപ്പർ താരം. മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററുമായ ആകാശ് ചോപ്രയുടെ മുഖത്ത് നോക്കി സഞ്ജു പറഞ്ഞ ആ ഒറ്റ വാചകം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. സഞ്ജു സാംസൺ എങ്ങനെ കളിക്കണമെന്ന് സഞ്ജു തന്നെ തീരുമാനിക്കും. അതെ, ചില മത്സരങ്ങളിൽ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോഴോ അല്ലെങ്കിൽ ആദ്യ പന്തിൽ തന്നെ സിക്സറിന് ശ്രമിച്ച് ഔട്ടാകുമ്പോഴോ സഞ്ജുവിനെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും വലിയ ഉപദേശങ്ങളുമായി രംഗത്തെത്തുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ക്രിക്കറ്റ് ലോകത്തുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ആകാശ് ചോപ്ര. അടുത്തിടെ ആകാശ് ചോപ്രയുമായി നടത്തിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് തന്റെ ബാറ്റിംഗ് ശൈലിയെയും കരിയറിന് നേരെയുള്ള കുറ്റപ്പെടുത്തലുകളെയും കുറിച്ച് സഞ്ജു സാംസൺ തുറന്നടിച്ചത്. കേവലം ഒരു മറുപടി പറയൽ മാത്രമല്ല ഇത്. തന്നെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് സഞ്ജു നൽകുന്ന വലിയൊരു ആത്മവിശ്വാസ പ്രഖ്യാപനമാണിത്. വിമർശകരുടെ വായടപ്പിച്ച സഞ്ജുവിന്റെ ആ മാസ് ഇന്റർവ്യൂവിന്റെയും കള്ളം പറയാത്ത ക്രിക്കറ്റ് കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ സ്പോർട്സ് പിച്ചിന്റെ ഒരു പ്രത്യേക ഞെട്ടിക്കുന്ന വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്കാദ്യം തന്നെ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയ ആ അഭിമുഖത്തിലേക്ക് വരാം. മുൻ ഇന്ത്യൻ താരമായ ആകാശ് ചോപ്ര തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സഞ്ജു സാംസൺ കളിക്കുന്ന രീതിയെ പലപ്പോഴും വിമർശിക്കാറുള്ളതാണ്. സഞ്ജു കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം, ക്രീസിൽ നിലയുറപ്പിച്ച് പതുക്കെ കളിക്കണം, ആക്രമിച്ച് കളിച്ച് വിക്കറ്റ് കളയരുത് എന്നൊക്കെയായിരുന്നു ആകാശ് ചോപ്രയുടെ പ്രധാന ഉപദേശങ്ങൾ. എന്നാൽ ഇതേ ആകാശ് ചോപ്ര സഞ്ജുവിനെ തന്റെ അഭിമുഖത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ സഞ്ജു ഒട്ടും ഭയമില്ലാതെ അങ്ങേയറ്റം ശാന്തനായി എന്നാൽ കൃത്യമായ മൂർച്ചയോടെ മറുപടി നൽകി. സഞ്ജു പറഞ്ഞു, ഞാൻ എങ്ങനെ ബാറ്റ് ചെയ്യണം, ഏത് പന്തിൽ സിക്സർ അടിക്കണം, ഏത് സാഹചര്യത്തിൽ എങ്ങനെ കളിക്കണം എന്നത് സഞ്ജു സാംസൺ തന്നെ തീരുമാനിക്കും. പുറത്തുനിന്ന് കളി കാണുന്നവർക്ക് പലതും പറയാം, പക്ഷെ 22 യാർഡ് പിച്ചിലിറങ്ങി ബൗളറെ നേരിടുമ്പോഴുള്ള മാനസികാവസ്ഥ എന്താണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. ഈ ഒരു മറുപടി കേട്ടപ്പോൾ തന്നെ ആകാശ് ചോപ്രയുടെ മുഖം മാറിയെന്നാണ് ആരാധകർ പറയുന്നത്. പലപ്പോഴും വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളും മുൻ കളിക്കാരും വിചാരിക്കാറുണ്ട് തങ്ങൾ പറയുന്ന രീതിയിലേക്ക് സഞ്ജു തന്റെ കളി മാറ്റുമെന്ന്. എന്നാൽ സഞ്ജു തന്റെ തനത് ശൈലിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും മറ്റാരുടെയും ഉപദേശങ്ങൾ കേട്ട് തന്റെ സ്വാഭാവിക കളി മാറ്റാൻ താൻ തയ്യാറല്ലെന്നും അടിവരയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കേണ്ടത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പരാജയപ്പെടുന്ന ഒരേയൊരു താരം സഞ്ജു സാംസൺ മാത്രമാണോ? ശുഭ്മാൻ ഗില്ലോ, ശ്രേയസ് അയ്യരോ, ഇഷാൻ കിഷനോ, KL രാഹുലോ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ഈ പറയുന്ന ആകാശ് ചോപ്ര ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ എവിടെയായിരുന്നു? അപ്പോഴൊന്നും ഇല്ലാത്ത എന്തുപദേശമാണ് സഞ്ജു ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ ഇവർക്കുണ്ടാകുന്നത്? ഇതിനെയാണ് കൃത്യമായ ടാർഗറ്റിംഗ് എന്ന് വിളിക്കുന്നത്. സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിന് പിന്നിൽ വലിയ ഗോഡ്ഫാദർമാരില്ല എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ എളുപ്പത്തിൽ വിമർശിക്കാമെന്നും അതിലൂടെ തങ്ങളുടെ ചാനലുകൾക്ക് വലിയ രീതിയിൽ റേറ്റിംഗ് കൂട്ടാമെന്നും ഇവർ കരുതുന്നു. സഞ്ജു സാംസൺ എന്ന ബാറ്ററുടെ സ്ട്രൈക്ക് റേറ്റ് എടുത്തു നോക്കൂ. ആധുനിക 2020 ക്രിക്കറ്റിൽ 150 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന താരമാണ് സഞ്ജു. ആദ്യ പന്ത് മുതൽ ആക്രമിക്കുക എന്നാണ് പുതിയ 2020 ശൈലി. ആ ശൈലി തന്നെയാണ് സഞ്ജു കാലങ്ങളായി ഉപയോഗിക്കുന്നത്. എന്നിട്ടും സഞ്ജു സെൽഫിഷായി കളിക്കാതെ ടീമിന് വേണ്ടി അതിവേഗം റൺസ് അടിക്കാൻ ശ്രമിച്ച് ഔട്ടാകുമ്പോൾ അതിനെ ഉത്തരവാദിത്തമില്ലായ്മ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ഈ ഇരട്ടത്താപ്പിനെയാണ് സഞ്ജു ഇപ്പോൾ കൃത്യമായി ചോദ്യം ചെയ്തിരിക്കുന്നത്. സഞ്ജു ആകാശ് ചോപ്രയോട് തന്റെ ബാറ്റിംഗ് ഫിലോസഫിയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. തന്റെ കളിയിലൂടെ താൻ വ്യക്തിഗത റെക്കോർഡുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സഞ്ജു പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. 10 പന്തുകൾ നേരിട്ട് 10 റൺസ് എടുത്ത്
ക്രീസിൽ നിലയുറപ്പിക്കുന്നതിനേക്കാൾ താൻ നേരിടുന്ന അഞ്ച് പന്തിൽ നിന്നും 3 സിക്സറുകൾ അടിച്ച് ടീമിന്റെ റൺ റേറ്റ് ഉയർത്താനാണ് സഞ്ജു എന്നും ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ബാറ്റിംഗ് ശൈലിയുടെ പ്രത്യേകതകൾ ഒന്ന് പരിശോധിക്കാം. ഫിയർലെസ് ക്രിക്കറ്റ്. വിക്കറ്റ് പോകുമെന്ന ഭയമില്ലാതെ കളിക്കുക എന്നതാണ് സഞ്ജുവിന്റെ രീതി. ഇന്നത്തെ കാലത്ത് ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും കളിക്കുന്നത് ഈ ഒരു ശൈലിയിലാണ്. ടീം ഫസ്റ്റ്. സ്വന്തം അർദ്ധ സെഞ്ചുറിയോ നോക്കാതെ ടീമിന്റെ വിജയത്തിനാവശ്യമായ റൺസ് അതിവേഗം കണ്ടെത്തുക. സ്പിൻ ആക്രമണം. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്പിൻ ഹിറ്റർമാരിൽ ഒരാളാണ് സഞ്ജു. മധ്യ ഓവറുകളിൽ കളി പതുക്കെയാക്കാൻ സഞ്ജു താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു ശൈലി കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസിനെ IPLൽ വലിയ വിജയങ്ങളിലേക്ക് നയിക്കാൻ സഞ്ജുവിന് സാധിച്ചത്. എന്നാൽ ഈ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്ക് വേണ്ടത് പഴയ കാലത്തെ 120 സ്ട്രൈക്ക് റേറ്റ് ക്രിക്കറ്റാണ്. അത് തന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് സഞ്ജു വളരെ മാസായി തന്നെ വിമർശകരെ ഓർമ്മിപ്പിച്ചു. വിമർശകർ പലപ്പോഴും പറയാറുണ്ട് സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ല എന്ന്. എന്നാൽ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര കണക്കുകൾ പരിശോധിച്ചാൽ ആ ആരോപണം എത്രത്തോളം തെറ്റാണെന്ന് മനസ്സിലാകും. അന്താരാഷ്ട്ര 2020ൽ 3 വിലപ്പെട്ട സെഞ്ചുറികൾ ഇതിനോടകം അടിച്ചുകൂട്ടിയ താരമാണ് സഞ്ജു. 1500 റൺസ് എന്ന വമ്പൻ നാഴികക്കല്ലിലേക്ക് വെറും 101 റൺസ് മാത്രം അകലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. വലിയ മത്സരങ്ങളിൽ കനത്ത പ്രഷർ സിറ്റുവേഷനുകളിലാണ് സഞ്ജു തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകൾ കളിച്ചിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിലെ വേഗതയേറിയ പിച്ചുകളിലും 2020 ലോകകപ്പിലെ കടുത്ത പോരാട്ടങ്ങളിലും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് സഞ്ജുവിന്റെ ബാറ്റിംഗ് ആയിരുന്നു. എന്നിട്ടും ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ പഴയ പല്ലവിയുമായി വരുന്ന ആകാശ് ചോപ്രമാർക്കുള്ള വലിയൊരു പ്രഹരമാണ് സഞ്ജുവിന്റെ ഈ തുറന്നു പറച്ചിൽ. തന്റെ കളിയിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും അത് പരിഹരിക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും സഞ്ജു വ്യക്തമാക്കി. പുറത്തിരുന്ന് കമന്ററി പറയുന്നവരുടെ ഉപദേശങ്ങൾ കേട്ട് കളി പഠിക്കേണ്ട അവസ്ഥ നിലവിൽ സഞ്ജു സാംസൺ എന്ന ലോകോത്തര ബാറ്റർക്കില്ല. സഞ്ജുവിന്റെ ഈയൊരു നിലപാടിനെ കോടിക്കണക്കിന് വരുന്ന ക്രിക്കറ്റ് ആരാധകർ അങ്ങേറ്റം ആവേശത്തോടെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നത്. ഒരു കളിക്കാരൻ തന്റെ ആത്മാഭിമാനവും കളിശൈലിയും ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുമ്പോൾ അത് കാണാൻ വലിയൊരു ഭംഗിയുണ്ട്. വടക്കൻ ലോബികളുടെയും വിമർശകരുടെയും മുൻപിൽ തലകുനിക്കാത്ത ഒരു യഥാർത്ഥ പോരാളിയാണ് താനെന്ന് സഞ്ജു ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനങ്ങളിലും ഇന്ത്യൻ ടീമിന്റെ പ്രധാന ആയുധം സഞ്ജു സാംസൺ തന്നെയാണ്. തന്റെ തനത് ശൈലിയിൽ ആക്രമിച്ചു കളിച്ച് വിമർശകരുടെ വായടപ്പിക്കുന്ന ഇന്നിംഗ്സുകൾ സഞ്ജുവിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമെന്നാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. മറ്റാര് എന്തു പറഞ്ഞാലും സഞ്ജു സാംസൺ എങ്ങനെ കളിക്കണമെന്ന് സഞ്ജു തന്നെ തീരുമാനിക്കും. അതേ സുഹൃത്തുക്കളെ, ആകാശ് ചോപ്രയുടെ മുഖത്തു നോക്കി സഞ്ജു സാംസൺ നൽകിയ ഈ ഒരു കുറിക്കുകൊള്ളുന്ന മാസ് മറുപടിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സഞ്ജുവിന്റെ ഈ ഭയമില്ലാത്ത നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിമർശകർ സഞ്ജുവിനെ മാത്രം എപ്പോഴും ലക്ഷ്യമിടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും സഞ്ജുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും തത്സമയം അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.